Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡിഫൈ ടൂളിലെ കുറച്ച് ഓപ്ഷൻസ് ആണ്. മോഡിഫൈ ടൂളിൽ ഇവിടെ കണ്ട എഡിറ്റ് പോളിലൈൻ ഉണ്ട്, എഡിറ്റ് സ്പ്ലൈൻ, എഡിറ്റ് ഹാച്ച്, എഡിറ്റ് അറേ. ഞാനിപ്പോൾ ഒരു പോളിലൈൻ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ പോളിലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇത് ലൈൻ ടൂളാണ്. ജസ്റ്റ് പോളിലൈൻ എടുത്തു, അതിനുശേഷം വരച്ചു. നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. ആർക്ക്, ക്ലോസ്, ഹാഫ് വിഡ്ത്ത്, ലെങ്ത്, അൺഡു, വിഡ്ത്ത്. ഇതൊക്കെ നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ സബ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഇനി ഞാൻ ഈ പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇനി പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് ഗ്രിപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ട്രെച്ച്, ആഡ് വെർട്ടെക്സ്, റിമൂവ് വെർട്ടെക്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട സബ് ഓപ്ഷൻസ് ഇനി കിട്ടില്ലേ. അപ്പൊ നമ്മൾ പോളിലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോളിലൈൻ എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മോഡിഫൈ വേണ്ട ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം എഡിറ്റ് പോളിലൈൻ വേണ്ട ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പോളിലൈൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി പോളിലൈൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് വന്നത്. കണ്ട, ക്ലോസ്, ജോയിൻ, വിഡ്ത്ത്, എഡിറ്റ് വെർട്ടെക്സ്. അല്ലെങ്കിൽ നമുക്ക് ആദ്യക്ക് മോഡിഫൈ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ നിന്ന് എഡിറ്റ് പോളിലൈൻസ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട പോളിലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്നിൽ കൂടുതൽ പോളിലൈൻസ് നമ്മുടെ സ്ക്രീനിൽ ഉണ്ട് വിചാരിക്കുക. നമുക്ക് ഈ ഒരു പോളിലൈനാണ് വേണ്ടെങ്കിൽ ഈ ഒരു പോളിലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടോ, ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. കണ്ട, ക്ലോസ് ചെയ്തപ്പോൾ ക്ലോസ് ആയി. ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. വിടുത്ത് മാറ്റണമെങ്കിൽ വിടുത്ത് മാറ്റാം. ഇത് വിടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് വിടുത്ത് മാറ്റാം. ഫിറ്റ്, സ്പ്ലൈൻ ആക്കണമെങ്കിൽ സ്പ്ലൈൻ ആക്കാം. കണ്ട, നമ്മൾ വരച്ചത് സ്പ്ലൈൻ ആക്കി. ഡീ കർവ് ആക്കണമെങ്കിൽ ഡീ കർവ് ആക്കാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ഓപ്ഷനിലേക്ക് കിട്ടി. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ മാറ്റം വരുത്തും. വിടുത്ത് മാറ്റണമെങ്കിൽ വിടുത്ത് മാറ്റാം. എഡിറ്റ് വെർട്ടെക്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റൻ, ടാൻജന്റ്, വിടുത്ത്, ബ്രേക്ക്, ഇൻസേർട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച പോളിലൈൻ എഡിറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇതേപോലെ തന്നെ ഒരു സ്പ്ലൈൻ വരച്ചു കൊടുത്തു വിചാരിക്കാം. ഞാൻ ഡ്രോ ഓപ്ഷൻ എടുത്തു, എഡിറ്റ് സ്പ്ലൈൻ വേണ്ട ഓപ്ഷൻ എടുത്തു. ഡ്രോ സ്പ്ലൈൻ ഫിറ്റ് വേണ്ട ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് വരച്ചു കൊടുത്തു. നമ്മൾ സ്പ്ലൈൻ വരച്ചിട്ട് എസ്കേപ്പ് ഒരിക്കലും അടിക്കരുത്. എസ്കേപ്പ് അടിച്ചാൽ നമ്മൾ വരച്ചത് സേവ് ആവില്ല. അപ്പൊ നമ്മൾ എസ്കേപ്പ് അടിക്കുന്ന ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് സ്പ്ലൈൻ വരച്ചപ്പോൾ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എൻഡ്, ടാൻജൻസി, ടോളറൻസ്, അണ്ട്, ക്ലോസ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിലുണ്ട് വരയ്ക്കാനുള്ളത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി സ്പ്ലൈൻ സെലക്ട് ചെയ്ത് വരിക. സ്പ്ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലൈൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ ഗ്രിപ്പ് ബോക്സുകൾ മാത്രമേ കിട്ടുള്ളൂ. ഈ ഗ്രിപ്പ് ബോക്സുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലൈൻ ഫിറ്റിനെ സ്പ്ലൈൻ സി വി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏര കൺവേർട്ട് ചെയ്തിട്ട് ഫിറ്റ് മാറ്റിയിട്ട് നമുക്ക് സ്പ്ലൈൻ സി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കിപ്പോ അതിന് പകരം ഈ സ്പ്ലൈൻ കംപ്ലീറ്റ്ലി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ വേണ്ട ഓപ്ഷൻ എടുക്കുക. അതിൽ സ്പ്ലൈൻ വേണ്ട ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് സ്പ്ലൈൻ. ജസ്റ്റ് എഡിറ്റ് സ്പ്ലൈൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടും. ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് വരും. ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കുക. നമുക്ക് പോളിലൈൻ ആയിട്ട് മാറ്റണമെങ്കിൽ, ഇതൊരു പോളിലൈൻ ആയിട്ട് മാറ്റണമെങ്കിൽ ജസ്റ്റ് പോളിലൈൻ ആയിട്ട് സെലക്ട് കൊടുത്താൽ പോളിലൈൻ ആയിട്ട് മാറും. സ്പെസിഫൈ പ്രിസിഷൻ 10 വേണമെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു. കണ്ട, ആ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കണ്ട സെപ്പറേറ്റ് ഒരു പോളിലൈൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. കണ്ട, ഇത് ഞാൻ എക്സ്പ്ലോഡ് പറഞ്ഞിട്ട് കമന്റ് യൂസ് ചെയ്തിരിക്കുക. എക്സ്പ്ലോഡ് ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് ചെറിയ പോളിഗൺ ആയിട്ടുള്ള മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വരച്ച സ്പ്ലൈനെ പോളിലൈൻ ആയിട്ട് മാറ്റാൻ പറ്റും. ഈ സ്പ്ലൈൻ എഡിറ്റിംഗിൽ എഡിറ്റ് സ്പ്ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ എഡിറ്റ് ഹാച്ച് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്തു, അതിനുശേഷം ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. സർക്കിൾ വരച്ചതിന് ശേഷം ഹാച്ച് എടുക്കാനുള്ള ഷോർട്ട് കീ എച്ച് ആണ്. എച്ച് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഞാൻ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഹാച്ച് എടുത്തു, ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഇനി നമുക്ക് ഹാച്ച് കിട്ടണമെങ്കിൽ ഒന്ന് ഈ ഹാച്ചിന്റെ അവിടേക്ക് പോയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും. നമുക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഹാച്ചിന്റെ ബോക്സ് ആയിട്ട് കിട്ടും. കണ്ടോ, ഹാച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹാച്ചിന്റെ പാറ്റേൺ, കളർ, ട്രാൻസ്പാരൻസി ഒക്കെ നമുക്ക് ഇവിടെ മാറ്റാം. അതേ ഓപ്ഷൻ തന്നെ ഒന്നുകൂടി നമുക്ക് എടുക്കണമെങ്കിൽ ഒന്നുകിൽ മോഡിഫൈ വേണ്ട ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം എഡിറ്റ് ഹാച്ച് വേണ്ട ഓപ്ഷൻ എടുക്കുക. ഏത് ഹാച്ചാണ് വേണ്ടത് ആ ഹാച്ചിന്റെ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ബോക്സ് രൂപത്തിലാണ് കിട്ടുക. അതിൽ നമുക്ക് പാറ്റേൺ മാറ്റണമെങ്കിൽ പാറ്റേൺ മാറ്റാം. കണ്ട, അതിൽ കുറെ പാറ്റേൺസ് ഉണ്ട്. ഒരു വേറെ രീതിയിലാണ് നമുക്ക് കിട്ടുക. അത്ര വ്യത്യാസമുണ്ട്. നമുക്ക് സ്കെയിൽ മാറ്റണമെങ്കിൽ സ്കെയിൽ ഫാക്ടർ മാറ്റാൻ വന്നു. ആംഗിൾ മാറ്റണമെങ്കിൽ ആംഗിൾ മാറ്റാം 0. കാരണം ഹാച്ച് ഒറിജിൻ മാറ്റണമെങ്കിൽ മാറ്റാം. ന്യൂ ഒറിജിൻ, ക്രിയേറ്റിംഗ് ന്യൂ ഒറിജിൻ, ഇതൊരു വേറെ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് മാത്രം. നമുക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഹാച്ച് ഗ്രേഡിന്റെ ഉണ്ടല്ലോ ഓപ്ഷൻ, നമുക്ക് ഗ്രേഡിന്റെ ആക്കണമെങ്കിൽ ഗ്രേഡിന്റെ ആക്കാം. ഇതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടിയും യൂസ് ചെയ്യാൻ കംഫർട്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഹാച്ച് ജസ്റ്റ് സെലക്ട് ചെയ്യാം.
അപ്പൊ തന്നെ നമുക്ക് ഹാച്ചിന്റെ ബോക്സ് വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് മാറ്റാം. ഇതാണെങ്കിൽ കംഫർട്ട് എങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഹാച്ച് മാറ്റാൻ പറ്റും. ഇനിയിപ്പോ ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു അറേ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് അറേ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം കുറെ മെത്തേഡ് ഉണ്ട്. റെക്ടാംഗുലർ പാത്ത് പോളാവാറ്. ഞാൻ ഇവിടെ ജസ്റ്റ് റെക്ടാംഗിൾ കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഈ അറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടിട്ട് ജസ്റ്റ് ക്ലോസ് അറേ കൊടുത്തു. ഇനി നമുക്കിത് സെലക്ട് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ അറയുടെ അവിടേക്ക് പോകുമ്പോൾ കളർ മാറണം പറ്റും, ഒരു ഡാർക്കിൽ വൈറ്റ് കളർ. അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അതിന് നമുക്ക് കോളംസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, റോസ് വ്യത്യാസം വരുത്തണമെങ്കിൽ വ്യത്യാസം വരുത്താം. നമുക്ക് കോളം തമ്മിലുള്ള ഡിസ്റ്റൻസ്, റോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ വ്യത്യാസം വരുത്താം. അതേ ഓപ്ഷൻ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന് പകരം മോഡിഫൈ ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം എഡിറ്റ് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് അറിയാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് അറിയാണോ സെലക്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. ഇവിടെ കണ്ട ബേസ് പോയിന്റ്സ് മാറ്റണമെങ്കിൽ മാറ്റാം, റോസ് മാറ്റണമെങ്കിൽ റോസ് മാറ്റാം, റോസ് 3ക്ക് പകരം 5 ആണെങ്കിൽ 5 കൊടുക്കാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് അതും വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഷോർട്ട് കീ ആണ് അറേ എഡിറ്റ്. നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ അറേ എഡിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട അറേ എഡിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം എഡിറ്റ് ചെയ്യാം. നമുക്ക് അടിയത്തെ ഓപ്ഷൻസ് ഏതാ യൂസ് ചെയ്യാം. അതേ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒരു അറേ സെലക്ട് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ബോക്സും. അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതാണ് നമുക്കുള്ള ഓപ്ഷൻസ്. നമുക്ക് വരച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് പോളിലൈൻ വരച്ചു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പോളിലൈൻ യൂസ് ചെയ്യാം. സ്പ്ലൈൻ വരച്ചിട്ട് സ്പ്ലൈൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് സ്പ്ലൈൻ യൂസ് ചെയ്യാം. പിന്നെ എഡിറ്റ് ഹാച്ച് അത് ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ഇതിൽ വരിക, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഹാച്ച് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റ് അറേ, ഇത് 4 ഇതിനുള്ള ഓപ്ഷൻസ്.